ഇന്നിപ്പോൾ നമ്മൾക്ക് ഇന്നിപ്പോൾ അനന്ത് മരിക്കുന്നു. അനന്തിനൊപ്പം തന്നെ പരിക്കേറ്റ മറ്റൊരു കുട്ടിയുണ്ടല്ലോ. ആ കുട്ടിയുടെ അമ്മ ഇത് പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. പക്ഷേ പോലീസ് അതിന് പരിഗണിച്ചില്ല, അങ്ങോട്ട് വന്നുപോലും നോക്കിയില്ല എന്ന് പറയുന്നു. KSEBിക്കും പലതവണ പരാതി കൊടുത്തു എന്ന് പറയുന്നു. പക്ഷേ ഇതൊക്കെ തന്നെയും പോലീസ് പറയുന്നതും KSEB ഉദ്യോഗസ്ഥർ പറയുന്നതുമാണ് ശരിയെന്ന രൂപത്തിലാണ് നമുക്കിവിടെ മന്ത്രിമാരുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാവുന്നത്. ഇപ്പോൾ വൈദ്യുതി മന്ത്രിയെ പ്രതികരിച്ച കാര്യമായാലും വനമന്ത്രിയുടെ കാര്യത്തിൽ വനമന്ത്രി എല്ലാ കാലത്തും വന്യജീവി ആക്രമണങ്ങളിൽ ആളുകൾ മരിക്കുമ്പോൾ നടത്തുന്ന ആദ്യ പ്രതികരണം മമ്പരവിഡ്ഢിതമായിരിക്കും, അല്ലെങ്കിൽ ഒരു മനുഷ്യത്വമില്ലാത്ത പ്രതികരണം. ഇപ്പോൾ കുഞ്ഞിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചത്. ഇത് ഒരു ഗൂഢാലോചനയാണെന്ന് പറയുന്നു. അവസരം ഉണ്ടാക്കിയതാണോ എന്ന് സംശയം എന്ന് പറയുമ്പോൾ, ഒരു കുഞ്ഞിനെ, ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ഒരു കുഞ്ഞിനെ കൊന്നുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാം എന്നൊരു രാഷ്ട്രീയ പാർട്ടി, അത് CPM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും ഈ ഘട്ടത്തിൽ അങ്ങനെ വിചാരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ആ രൂപത്തിൽ അതിനെ കാണുന്നത് തന്നെ ഏറ്റവും മോശമായ അവസ്ഥയാണ്. ഇനി ഇയാളുടെ രാഷ്ട്രീയ പാർട്ടി തിരഞ്ഞ് CPM പോയി. ആദ്യം CPMലെ പല നേതാക്കളും ഇതൊരു അപകടമാണ്, അപകടത്തിൽ ഇങ്ങനെയാണോ കാണേണ്ടതെന്ന് ചോദ്യം വരുന്നു. ഏതായാലും ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ ഈ പറഞ്ഞതുപോലെ എല്ലാ നേതാക്കളും അവിടെ തമ്പടിച്ചിരിക്കുകയാണ്. നിലമ്പൂരിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയുണ്ട്. അങ്ങനെ ഒരു നേതാവ് അവിടെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ അവിടെ നടത്തിയ കോൺഗ്രസ് നേരത്തെ 9 മണിക്ക് തന്നെ വലിയ പ്രതിഷേധം ഉണ്ടാക്കുന്നു. ആ പ്രതിഷേധത്തിന് ശേഷം അവർ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ അവർക്ക് പരാതിയുണ്ട്. എങ്ങനെയാണ് വലിച്ചിഴച്ച് വണ്ടിയിലേക്ക് എറിഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാതെ ആ പ്രതിഷേധക്കാരെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു ആരോപണം.